നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗയോഗമാണ്. അത് നമുക്ക് പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ ഈ ലോകത്തെയും നമ്മയും ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. വേദാന്ത ശാസ്ത്രത്തെ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കൂ. അതിൻ പ്രകാരം ജീവിക്കാനും സാധിക്കൂ. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണിത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റല്ല. 18 അധ്യായങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എങ്കിലും ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമെന്ന് പറയുന്നത് വളരെയേറെ ശാസ്ത്രീയമാണ്. ഇത് പഠിച്ചാൽ മാത്രമേ ഗീത നമുക്ക് ഉൾക്കൊള്ളാനാകൂ എന്നതാണ് യാഥാർത്ഥ്യം. ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതിൽ ദൈവീ സമ്പത്തിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരണം. ആസുരീ സമ്പത്തിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ദൂരീകരിക്കുകയും വേണം. വിവിധങ്ങളായ സാധനാനുഷ്ഠാനങ്ങളിലൂടെയാണ് ഈ മഹാകർമ്മം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നാം ഈ ദൈവാസുര സമ്പദ്വിഭാഗയോഗം ഭംഗിയായി പഠിക്കണം. അത് മനസ്സിലാകാൻ മഹാഭാരതവും നാം ശ്രദ്ധയോടെ പഠിക്കണം. ദൈവാസുര സമ്പദ്വിഭാഗയോഗത്തിൽ ആദ്യം ദൈവീ സമ്പത്തിൻ്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് ഏതൊക്കെയാണ് ദൈവീ സമ്പത്തിൽ പ്രാധാന്യമർഹിക്കുന്നവ എന്ന് വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. അഹിംസ എന്ന് തുടങ്ങി അഹിംസ, സത്യം, അക്രോധം എന്നിങ്ങനെ അതിൻ്റെ ആ ഒരു വലിയ നിര തന്നെ നമ്മുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ ഒന്നാണ് ദാനം. ദാനമെന്നുള്ളത് നമ്മുടെ കൈവശമുള്ളതായ പദാർത്ഥം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന പ്രകാരത്തിൽ വേണ്ടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സമർപ്പിക്കലാണ് ദാനം. ഭക്തിയോടുകൂടിയിട്ട് ശ്രദ്ധയോടുകൂടിയിട്ട് സ്നേഹത്തോടുകൂടിയിട്ട് ഈശ്വര പൂജ എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ നമ്മുടെ കയ്യിലിരിക്കുന്ന പദാർത്ഥങ്ങളുടെ സമർപ്പണം, അതാണ് ദാനം. ആ ദാനത്തെ പല പ്രകാരത്തിൽ മഹാഭാരതത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ആ ദാനത്തിൻ്റെ വളരെ ഉദാത്തമായ ഒരു ദൃഷ്ടാന്തമാണ് വ്യാസഭഗവാൻ നമുക്ക് അശ്വമേധിക പർവ്വത്തിൽ, മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജാവായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അശ്വമേധം നടത്തുന്നു. ആ അശ്വമേധിക പർവ്വത്തിൽ ഭഗവാൻ കേൾപ്പിക്കുന്നു. അത് ദാനത്തിൻ്റെ വളരെ മഹനീയമായിട്ടുള്ളൊരു ഉദാഹരണം.
കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ആ കഥ ചർച്ച ചെയ്തു പോന്നു. ഒരു കീരി യുധിഷ്ഠിരന്റെ ആ യജ്ഞവേദിയിൽ എത്തിച്ചേർന്നിട്ട് അവിടെ യജ്ഞം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു, ദാനമെല്ലാം നൽകി കഴിഞ്ഞിരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടം പോലെ സ്വർണവും രത്നവും അതേപോലെ മറ്റ് വിലപിടിപ്പുള്ളതായ പദാർത്ഥങ്ങളും എല്ലാം നൽകി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അതീവ സന്തുഷ്ടരാണ്. മഹാരാജാവിന്റെ ദാനത്തെക്കുറിച്ച് ലോകം മുഴുവൻ പ്രശംസിക്കുന്നു. ആ ഘട്ടത്തിൽ ആണ് ആ കീരി അവിടെ എത്തിച്ചേരുന്നത്. ശരീരത്തിന്റെ ഒരു വശം മുഴുവൻ സ്വർണവർണ്ണം തികഞ്ഞ ഒരു കീരി, മറുവശം സാധാരണ രീതിയിൽ കീരിയുടെ നിറവും. ആ കീരി പറഞ്ഞു, കുരുക്ഷേത്രത്തിലെ ആ മഹാബ്രാഹ്മണൻ ചെയ്ത അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് അല്പം ഭക്ഷണം മാത്രം. വളരെ കാലത്തെ പട്ടിണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി കിട്ടിയതായ ഒരു ഇടങ്ങഴിക്ക് അടുത്തു വരുന്ന സൂചിഗോതമ്പ് അല്ലെങ്കിൽ യവം, അതിനെ വറുത്തു പൊടിച്ച് അവരത് കഴിക്കാനിരിക്കുമ്പോഴേക്കും ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു. വളരെയേറെ വിശന്ന് തളർന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആദ്യം ആ ഗൃഹനാഥൻ തൻ്റേതായ അംശം, ഒരു നാഴി ഗോതമ്പ് പൊടി, അത്രത്തോളമേ വരുള്ളൂ, അത് സമർപ്പിച്ചത്. തുടർന്ന് ആ അതിഥിക്ക് വിശപ്പ് മാറാത്തതുകൊണ്ട് ആ അമ്മയും ആ ഗൃഹനാഥന്റെ പത്നിയും അവരുടെ മകനും മരുമകളും അവരവർക്കുള്ളതായ ഭാഗം ആ ബ്രാഹ്മണനെ ഏൽപ്പിക്കുന്നുണ്ട്, ഗൃഹനാഥനെ ഏൽപ്പിക്കുന്നുണ്ട്, അതിഥിയായ ബ്രാഹ്മണന് നൽകാൻ വേണ്ടിയിട്ട്. അപ്പോഴെല്ലാം തന്റെ കർത്തവ്യം ഓർത്തുകൊണ്ട് വീട്ടുകാരെ പട്ടിണിക്കിടാതെ അവരെ സംരക്ഷിക്കേണ്ടതാണ് ഗൃഹനാഥൻ എന്നുള്ള നിലയിൽ തന്റെ കർത്തവ്യം എന്നുള്ളത് ഓർത്തുകൊണ്ട് അദ്ദേഹം ആദ്യം മടിച്ചു ഓരോരുത്തരായിട്ട് അവരുടെ ഭക്ഷണത്തെ നൽകുന്ന അവസരത്തിൽ. പക്ഷേ അവരോരോരുത്തരും ധർമ്മത്തിന്റെ അതിസൂക്ഷ്മമായിരിക്കുന്ന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ആ ഗൃഹനാഥനോട് പറഞ്ഞു, അങ്ങ് ഇത് സ്വീകരിച്ച് ബ്രാഹ്മണന് നൽകണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമാചരണത്തിന്റെ ഭാഗമാണ്. ധർമ്മം ആചരിക്കുന്ന കാര്യത്തിൽ അങ്ങയെ സേവിക്കുവാനുള്ള ചുമതല ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് ഓരോരുത്തരും അദ്ദേഹത്തോട് കാര്യകാരണ സഹിതം വിശദമായി പറഞ്ഞു കേൾപ്പിക്കുന്നത് നാം കഴിഞ്ഞ ദിവസം കേട്ടു. അങ്ങനെ അവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ അതിഥി സന്തുഷ്ടനായി തീർന്നു. അദ്ദേഹം മനുഷ്യരൂപത്തിൽ വന്ന യമധർമ്മനായിരുന്നു. അതാദ്യം ആർക്കും മനസ്സിലായില്ല. ആ അതിഥി ഈ അത്ഭുതകരമായിരിക്കുന്ന ദാനത്തിന്റെ ആ മാഹാത്മ്യം നമ്മെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ശരിക്ക് ആ ബ്രാഹ്മണനെയും അദ്ദേഹത്തിന്റെ പത്നിയെയും പുത്രനെയും മരുമകളെയും പറഞ്ഞ് കേൾപ്പിക്കുന്നത് ലോകത്തിന് മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അതിഥി പറഞ്ഞു, പ്രീതാത്മാ സതു തം വാക്യം ഇതമാഹ ദ്വിജർഷഭം. ആ ബ്രാഹ്മണശ്രേഷ്ഠനോട്, ആ കുടുംബനാഥനോട് ആ അതിഥി ഈ വാക്കുകൾ സന്തോഷത്തോടുകൂടി പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസഭഗവാൻ തന്റെ ആ കഥ തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ രൂപത്തിൽ അവിടെ ആ വീട്ടിൽ എത്തിച്ചേർന്ന അതിഥിയായി എത്തിച്ചേർന്ന യമധർമ്മൻ തന്നെയാണ് ആ അതിഥിയായുടെ രൂപത്തിൽ കാണപ്പെടുന്ന ബ്രാഹ്മണൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ബ്രാഹ്മണൻ പറഞ്ഞു, അതിഥി പറഞ്ഞു, ശുദ്ധേന തവദാനേന ന്യായോപാത്തേന ധർമ്മതഃ യഥാശക്തി വിസൃഷ്ടേന പ്രീതോസ്മി ദ്വിജസത്തമ. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, സാത്വികമായ പന്ഥാവിലൂടെ ആരൊക്കെയാണോ ഈശ്വരാഭിമുഖമായിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരനായി കണ്ടുകൊണ്ട് തന്റെ കർമ്മശേഷിയെയും ചിന്താശേഷിയെയും തന്റെ സേവനശേഷിയെയും എല്ലാം ആ പ്രപഞ്ചരൂപിയായ ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്, ആ ആളാണ് ബ്രാഹ്മണൻ. ലോകത്തെ മുഴുവൻ ബ്രഹ്മസ്വരൂപമായിട്ട് അവർ അറിയുന്നു, മനസ്സിലാക്കുന്നു.
അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ വച്ചിട്ട് ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് അങ്ങ് എന്ന് ഈ അതിഥിയായി വന്ന യമധർമ്മൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഇത് പറയുമ്പോഴും ഈ ആതിഥേയര് അറിഞ്ഞില്ല അത് യമധർമ്മൻ തന്നെയാണ് എന്ന് വ്യാസൻ നമുക്ക് പറഞ്ഞു തന്നു. ഈ അവസരത്തിൽ ആരാണ് അദ്ദേഹമെന്ന് ആതിഥേയർ അറിയുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം. അവിടെ ഈ അതിഥി തന്നെ പറയുന്നുണ്ട് താൻ ആരാണ് എന്ന്. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങയുടെ ഈ ദാനമുണ്ടല്ലോ അങ്ങേയറ്റം ശുദ്ധമാണ്. മനസ്സുകൊണ്ട് ശുദ്ധമാണ്, ബുദ്ധി കൊണ്ട് ശുദ്ധമാണ്, പ്രാണങ്ങളെ കൊണ്ട് ശുദ്ധമാണ്, ശരീരം കൊണ്ട് ശുദ്ധമാണ്, സങ്കല്പം കൊണ്ട് ശുദ്ധമാണ്. അങ്ങനെ എല്ലാ പ്രകാരത്തിലും പരമപവിത്രമാണ് അങ്ങ് ചെയ്തിരിക്കുന്നതായി ഈ ദാനം. ദാനം ചെയ്യുന്ന അവസരത്തിൽ ഓരോരുത്തരുടെയും മനോഭാവത്തെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ വിശദമായി കേൾപ്പിച്ചത് നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്, കേട്ടതാണ്. അതാണ് ഈ ദാനം പരമപവിത്രമാണ് എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നതും. ശുദ്ധേന തവദാനേന, ശുദ്ധമായിരിക്കുന്ന അങ്ങയുടെ ഈ ദാനത്താൽ ദാനമായി നൽകിയിരിക്കുന്ന വസ്തു അല്പം യവപ്പൊടിയാണ്, അതേ ഉള്ളൂ. ഏറെ നാളത്തെ പട്ടിണിക്ക് ശേഷം ഉച്ചവൃത്തിയായ ആ ബ്രാഹ്മണൻ അവിടെ വയലേലകളിൽ നിന്ന് നുള്ളിപ്പറക്കി എടുത്തുകൊണ്ടുവന്ന ആ ധാന്യങ്ങൾ മാത്രമാണ് അത് വറുത്തു പൊടിച്ചത്, കഴിക്കാൻ പാകത്തിനാക്കി തീർത്തത്. അതാണ് ദാനമായി കൊടുക്കുന്നത്. യുധിഷ്ഠിരന്റെ രാജസൂയത്തിലോ രത്നവും സ്വർണവും ഒക്കെ കുന്നുകണക്കിന് ഓരോരുത്തർക്കും കൊടുക്കുകയായിരുന്നു. ഇവിടെ ഇത്ര ഭൗതിക ദൃഷ്ടിയാ നിസ്സാരമായൊരു വസ്തു, പക്ഷേ അതിന്റെ പിന്നിൽ വലിയ പൂജാസങ്കല്പമുണ്ട്, ഈശ്വര സങ്കല്പമുണ്ട്. ആ ധാന്യം എങ്ങനെയാണ് ഈ ബ്രാഹ്മണന് കിട്ടിയത്? ആരെയും ഉപദ്രവിച്ചിട്ടല്ല, ആരെയും പറ്റിച്ചിട്ടുമല്ല. ന്യായോവാത്തേന, യമധർമ്മൻ എടുത്തു പറയുന്നുണ്ട്, ന്യായമായി നേടിയതായ, ഈശ്വരൻ അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന സത്യത്തിന്റെ ബന്ധാവിലൂടെ നേടിയതായ ഈ വസ്തു, ഈ ഗോതമ്പ് അങ്ങ് ദാനം ചെയ്തിരിക്കുന്നു ശുദ്ധമായ ഹൃദയത്തോടുകൂടി. ഇവിടെ സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്യം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം, അത് നാം ഓർക്കണം. ഈ ലോകത്തിലുള്ള സമസ്ത ജീവരാശിയുടെയും വിശപ്പ് ദൂരീകരിക്കുവാനുള്ള കർത്തവ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നിടത്ത് പറയും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ ഉരുളച്ചോറും മറ്റ് ജീവജാലങ്ങളുടെ വായിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന് ഓർമ്മ വേണം. ആ വാക്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും അനുരണനം ചെയ്യും.